Good afternoon. Good afternoon. Have you had your lunch? No. 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 Okay, class Good afternoon. Good afternoon. Okay, all of you take your textbook. എല്ലാവരും ചാറ്റിംഗ് ബോക്സിൽ പ്രസന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. മുമ്പത്തെ പീരീഡ് നമ്മൾ എന്താണ് പഠിച്ചത്? ഊസെ, ഊതുബിലാവ്, ഊൻ, ഊപ്പർ, ഊട്ടി ഈ വാക്കുകൾ പഠിച്ചു അല്ലേ? ഇപ്പൊ കുറച്ച് പേരൂടെ വായിക്കാനുണ്ടായിരുന്നു, അവരെ നമുക്ക് വായിപ്പിക്കാം. അപ്പം നെക്സ്റ്റ് പേജിലെ ഇറു കൂടെ നമുക്ക് പഠിക്കണം. ആ മുതൽ ഇറു വരെയുള്ള ലെറ്റേഴ്സിന്റെ വാക്കുകൾ പഠിക്കണം, എങ്കിലേ നമുക്കതൊരു കംപ്ലീറ്റ് ആവുള്ളൂ. ആസെ ഇറു തക്ക്, ആ മുതൽ ഇറു വരെയുള്ള ഇത്രയും നമുക്ക് എക്സാമിന് വേണ്ടി എടുക്കാം. ഓക്കെ, all of you listen here. Take your textbook and take page 20. Page number 20. Take fast. Arjun Rajesh. Which is the letter this? Ir. Okay, very good. രാവിലത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവർ ആരൊക്കെയാണ്? രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആരാണ്? ആരുമില്ല, എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഉണ്ടോ രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? ജസ്വൽ, പ്ലീസ് അൺമ്യൂട്ട്. അത് മിസ്സേ ജസ്വൽ അല്ല, ആരോൺ ഇല്ലായിരുന്നു. ആരോൺ വന്നിട്ടുണ്ട്. ആരോൺ ബിനോയി ആണോ? ജസ്വൽ ഇപ്പോഴുണ്ട്. ഇപ്പോഴുണ്ട്, കാണുന്നുണ്ട്. രാവിലത്തെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, ബാക്കി എല്ലാവരും രാവിലത്തെ ക്ലാസ് കിട്ടിയാണ്. ഇപ്പം ആരോൺ എന്ത് ചെയ്യണം? യൂട്യൂബ് ക്ലാസ് കാണണം കേട്ടോ. എന്നാലും അത് ഒന്നും കൂടെ ഞാൻ ഈ ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട്. എടുത്തു, ഇപ്പൊ വായിപ്പിച്ചു. ഒന്നുകൂടെ വായിപ്പിച്ചു തരാം, ശ്രദ്ധിക്കുക. അപ്പം ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇർസെ ഋഷഭ്. ഋഷഭ് മീൻസ് ഓക്സ്, കാള. ഇർസെ ഋഷഭ്. നിങ്ങൾ ആ എന്നുള്ള ലെറ്ററിന്റെ മുകളിലൂടെ അവിടെ ഡോട്ട് ഇട്ടിട്ട് കാണുന്നില്ലേ? പെൻസിൽ കൊണ്ട് ആ ഡോട്ട്സിന് എങ്ങനെയാ എഴുതേണ്ടത്? അത് നിങ്ങൾക്ക് തോന്നുന്ന പോലെയല്ല ഇർന്ന് എഴുതേണ്ടത്. ലിസൺ ലിസൺ. അവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ? 1 2 3 4 5 6. കണ്ടോ നിങ്ങള്? ആ ഇർ എന്ന ലെറ്ററിന് 1 2 3 5 6 വരെ കൊടുത്തിട്ടുണ്ട്. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? അത് എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ആരോ മാർക്ക് ഇട്ടിട്ട്. നോക്കിയേ, നമ്മളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോവാണ്. എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയോ? ഇവിടെയാണ് 1 കൊടുത്തിരിക്കുന്നത് അല്ലെ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു 2. ഉണ്ടാ? 1 2. പിന്നെ 3 എങ്ങോട്ടാ പോകുന്നത് നോക്കിയോ? 1 2. പിന്നെ മുകളിൽ നിന്നാ വരുന്നത് 3 4 5. അങ്ങനെയാ വരുന്നത് അല്ലേ? 5 ഇങ്ങനെ വരച്ചു. ലാസ്റ്റ് 6 എവിടെയാ കൊടുത്തിരിക്കുന്നത്? ലാസ്റ്റ് ആണ് മുകളിൽ വരയ്ക്കുന്നത്. അപ്പൊ അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ അക്ഷരങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പം തോന്നുന്ന പോലെ എഴുതാൻ പാടില്ല. അതാണ് അവിടെ കാണിക്കുന്നത്. അതിന്റെ ലിപിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇർസെ ഋഷഭ്. പെൻസിൽ കൊണ്ട് റൈറ്റ് സൈഡിലുള്ള ലിഖോന്ന് എഴുതി അവിടെ പെൻസിൽ കൊണ്ട് എഴുതുക. ഹോംവർക്ക് ആണത്. നെക്സ്റ്റ് നോക്കിയേ, ബോൽക്കർ സീഖോ. പറഞ്ഞുകൊണ്ട് പഠിക്കാനാ പറയുന്നത്. നോക്കിയേ,
ഇർസെ ഋഷഭ്, ഋഷി, റിച്ച, റിച്ച്. ഋഷഭ് എന്ന് പറഞ്ഞാല് ഓക്സ് ആണെന്ന് പറഞ്ഞു. ഋഷി, ഋഷി മീൻസ് സെയിന്റ്, എന്താണ് സന്യാസി എന്ന് പറയും. റിച്ച, റിച്ച എന്ന് പറഞ്ഞാല് ഒരു കുട്ടിയുടെ പേരാണ് റിച്ച. നെക്സ്റ്റ് റിച്ച്, റിച്ച് മീൻസ് ബിയർ, കരടി, റിച്ച്. വൺസ് മോർ, ഇർസെ ഋഷഭ്, ഋഷി, റിച്ച, റിച്ച്. മനസ്സിലായോ? ഓക്കെ. താഴെയുണ്ട് ശബ്ദകോശം എന്ന് കൊടുത്തിട്ട് കുറച്ചും കൂടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഋതു, ഋണ്, ഋതിക്, റിജു. വൺസ് മോർ, ഋതു, ഋണ്, ഋതിക്, റിജു. ഇർസെ ഋഷഭ്, ഋഷി, റിച്ച, ഋക്ഷ്, ഋതു, ഋണ്, ഋതിക്, റിജു. കിട്ടിയോ? വായിക്കാൻ കിട്ടിയോ? ഒന്ന് വായിപ്പിച്ച് നോക്കാം അല്ലെ. അതിന് ശേഷം ഒരു പേജ് കൂടെ മറിച്ചേ, പേജ് നമ്പർ 21. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അവിടെ പറഞ്ഞു തരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അഭ്യാസ് 1, ചിത്ര പഹച്ചാനോ അവർ നാം കാ പഹലാ വർണ്ണ ലിഖോ. ഇവിടെ പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാനാണ് പറയുന്നത്. അവേദ്യ, ചേച്ചി അനിയനും കൂടെ അടിയാണല്ലോ ഇവിടെ. ലിസൺ. അവിടെ ഫസ്റ്റ് നോക്കിയേ, നമ്മൾ ഋഷിന്ന് പഠിച്ചില്ലേ? അപ്പൊ ഷീന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാതെ ഋഷിയാണെന്ന്. അപ്പൊ അവിടെ എന്നുള്ള ലെറ്റർ എഴുതണം. നെക്സ്റ്റ് ബിയറിന്റെ പിക്ചർ ഉണ്ട് അല്ലെ. അപ്പൊ ബിയറിന് എന്താ ഹിന്ദിയിൽ പേര്? റിച്ച്. ഫസ്റ്റ് ലെറ്റർ ഈസ് ഇർ. ലാസ്റ്റ് വൺ ഋതിക് അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇർ എന്നുള്ള ലെറ്റർ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ താഴെ നോക്കിയേ, ജോർ ജോർ സെ ബോൽക്കർ പഠോ ഔർ ലിഖോ. അംന ഫാത്തിമ, വേർ ആർ യു ലുക്കിംഗ്? ഇവിടെ എന്താ? ആസെ ഇർ തക്ക്. റൈറ്റ്. എന്താ പറഞ്ഞേ? ആ മുതൽ ഇർ വരെ എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതണം. ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അത് എഴുതണം. എങ്ങനെയാ പറഞ്ഞുകൊണ്ട് എഴുതുക? കാശിനാഥ്, സിറ്റ് ഡൗൺ. Where are you going? കാശിനാഥ്. അപ്പം എങ്ങനെയാ പറഞ്ഞുകൊണ്ട് എഴുതണ്ടേ? ഡോണ്ട് റൈറ്റ് നൗ. ഡോണ്ട് റൈറ്റ്. ഷാമിൽ, ആ ഇ ഉ ഉ ഇർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് എഴുതണം ഓരോ ലെറ്ററും. ഓക്കെ. ലാസ്റ്റ് വൺ നോക്കിയേ, ഇർ വർണ്ണക്കെ ചിത്രമേ രംഗ് ഭരോ. ഇർ എന്ന ലെറ്ററിന്റെ കളർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നന്നായിട്ട് കളറൊക്കെ കൊടുത്തിട്ട് സെൻഡ് ചെയ്യുക കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് വായിക്കാം. രാവിലെ എടുത്ത ക്ലാസ്. ഊസെ ഊദ് ബിലാവ്, ഊൻ ഊപ്പർ ഊട്ടി, ഊക്ക് ഊനി, ഊബിന ഊസർ ഊർജ. ഇർസെ ഋഷഭ്, ഋഷി, റിച്ച, ഋക്ഷ്, ഋതു, ഋണ്, ഋതിക്, റിജു. ഇത്രേ ഉള്ളൂ. ഇപ്പൊ നോട്ട്സ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. 4 വേർഡ്സേ ഉള്ളൂ അല്ലേ? ടോട്ടൽ 8 വേർഡ്സേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഒന്നിച്ച് എഴുതാൻ മിസ് പറയുന്നില്ല. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും കുറച്ച് എഴുതിയാൽ തന്നെ തീരും. അത് 4 വാക്കുകളല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. നേരത്തെ ക്ലാസ്സിൽ വായിക്കാത്ത കുട്ടികളാണ് ഫസ്റ്റ് ഇപ്പൊ വായിക്കുന്നത്. അത് ആരാണെന്ന് ഒന്ന് കൈ ഉയർത്തണം, എന്നാലേ മിസ്സിന് മനസ്സിലാവുള്ളൂ. മുമ്പത്തെ ക്ലാസ്സിൽ വായിക്കാത്തവരാരാണ്? ജസ്വൽ ബിനു. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്.
രണ്ടും വായിക്കേ. ഋഷഭ്, റിച്ച, റിച്ച്, റിച്ച്, റിച്ച് എന്നാണ്. റിച്ച്, റിച്ച്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ആൻഡ്രോസ്. Andros Gio, please unmute. Andros video on ചെയ്യമോളെ. അൺമ്യൂട്ട് ചെയ്യുന്നിട്ട്. നെറ്റ് പ്രോബ്ലം ഉണ്ടല്ലോ അവിടെ. ആൻഡ്രോസ് വീഡിയോ ഓൺ ചെയ്യുമോളെ. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യേ. കാണുന്നില്ലല്ലോ നിന്നെ. ഓക്കെ, വായിച്ചോ ആൻഡ്രോസ്, വായിച്ചോ. കുറച്ചൊക്കെ കേട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അർജുൻ. അർജുന രാവിലെ നേരത്തെ വായിച്ചതാണോ? ഓക്കെ ഓക്കെ ഓക്കെ, വിളിക്കാം. രാവിലത്തെ ക്ലാസ്സിൽ വായിക്കാത്ത പാർവണ, പ്ലീസ് അൺമ്യൂട്ട്. വായിക്കാത്തവരെ ഒന്ന് വായിപ്പിക്കാം. ഊസ് ഊതുവിലാവ്, ഊൻ ഊപ്പർ ഊട്ടി. ഓക്കെ. ഋഷ് ഋഷഭ്, ഋഷി, റിച്ച, റിച്ച എന്നാണ് കേട്ടോ, ചായ അല്ലേ അത്. റിച്ച, റിച്ച്. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരാണ് രാവിലെ ക്ലാസ്സിൽ വായിക്കാത്തത്? അന്ന ഗ്രേസ്. റിച്ച്, റിച്ച്. ഓക്കെ, ഗുഡ്. ഇലോൺ ഉല്ലാസ്, വേർ ഇസ് ഇലോൺ? ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. ഊതുവിലാവ്, ഊൻ ഊട്ട ഊട്ടി. ഊപ്പർ ഊട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇർസെ. ഇർസെ, എടാ ഇങ്ങോട്ട് വാടാ. ഋഷി ഋഷി നീ തന്നെ ടീച്ചർ പറഞ്ഞ മൂന്ന് പ്രതിയല്ല. ഋഷ ഋഷ ഋഷി റിച്ച റിച്ച്. റിച്ച്. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ്? ഗൗരി നന്ദ. ആദൽ സിറിൽ വായിച്ചതാണോ രാവിലെ? നോ, ആദൽ സിറിൽ. ഗൗരി നന്ദ വേർ? ഊസെ ഊതുബിലാവ്. ഗൗരി നന്ദ വെയിറ്റ്.
ഊട്ടി. ആ ഇറുസെ റിക്ഷ്. റിച്ച്. ഓക്കെ. ഗൗരിനന്ദ സ്റ്റാർട്ട്. ഊട്ടി. റിക്ഷ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരായിരുന്നു? വൈഷ്ണവ്. വൈഷ്ണവിന് വായിപ്പിച്ചില്ല. ആരാണ്? ഏഞ്ചൽ. ഓക്കെ, വൈഷ്ണവ് റെഡി ആയിരുന്നോ? ഏഞ്ചൽ, വേർ ഇസ് ഏഞ്ചൽ? എനിക്ക് കാണുന്നില്ല ഏഞ്ചലിനെ. ഏഞ്ചൽ വായിച്ചോ. റിക്ഷ. ഓക്കെ ഓക്കെ. ഇനി ആരെയാണ് പറഞ്ഞത്? വൈഷ്ണവ്. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ആ സമയത്ത് ഇറ അവിടെ എഴുതിക്കോ. നിങ്ങള് പെൻസിൽ കൊണ്ട് ഇറ എഴുതിക്കോ. പെൻസിൽ കൊണ്ട് അതിന്റെ മുകളിലൂടെ എഴുതുക. വൈഷ്ണവ്. വൈഷ്ണവ് വേർ പോയോ? പ്രിയങ്ക, പ്ലീസ് അൺമ്യൂട്ട്. പ്രിയങ്ക. നോ റിപ്ലൈ. ബാക്കി എല്ലാരും തന്നെ വായിച്ചതാണ് അല്ലേ? ഓക്കെ. അമ്ന ഫാത്തിമ വായിച്ചോ രാവിലെ? എന്നാ ഇപ്പം പഠിപ്പിച്ചത് വായിച്ച് കേൾപ്പിച്ചേനി എല്ലാരും. ഓക്കെ. ഇറുസേ. ഓക്കെ. അഫ്രീൻ. മുഹമ്മദ് സാദ് വായിച്ചിട്ടില്ല അല്ലെ? ഓക്കെ, വിളിക്കാം. അഫ്രീൻ. ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദ് സാദ്. പോയോ? ഇല്ല, സാദ് വായിച്ചോളൂ. റേഞ്ച് പ്രശ്നമാണല്ലോ. റേഞ്ച് പ്രശ്നമുണ്ട്. സാദിന് വോയിസ് ഇടണം കേട്ടോ വായിക്കുന്നതിന്റെ. വൈഷ്ണവ് അൺമ്യൂട്ട് ചെയ്ത. വൈഷ്ണവേ. വൈഷ്ണവിനെ വിളിക്കുമ്പോ വൈഷ്ണവ് അപ്രത്യക്ഷമാവും. വൈഷ്ണവ്. അൺമ്യൂട്ട് ചെയ്യ്. ഓക്കെ. മ്യൂട്ടായി വീണ്ടും. വൈഷ്ണവ് വോയിസ് ഇടണം കേട്ടോ വായിക്കുന്നതിന്റെ. ഓക്കെ. ഗോഡ്വിൻ. നേജൽ എന്ത് പണി എടുക്കും അവിടെ? ഋഷഭ് എന്നല്ലേ? ഋഷി, ഋഷ്.
ഋഷ്. ആ ഗോഡ്വിൻ എന്നിട്ട് നോക്കുക, മിസ് കേട്ടില്ല. ഭാഗ്യം, ഞാനൊന്നും കേട്ടില്ല കേട്ടോ. വെരി ഗുഡ്. ആദൽ. യെസ്, വായിച്ചോ. വായിക്ക്. ഋഷേ, ഋഷഭ്. എന്തേ, എന്തടാ? അല്ല, ഇപ്പൊ വായിച്ചില്ലല്ലോ. ഋഷേ വായിച്ചോ? ആയിക്കോട്ടെ, ഒന്നും കൂടെ വായിച്ചു കേൾപ്പിക്ക്. ഋഷേ, എവിടെയാ നോക്കുന്നത്? ബുക്ക് എവിടെ? ബുക്ക് എവിടെ? നോക്കി വായിക്കേ. ഫസ്റ്റ് ഋഷി അല്ലല്ലോ. റിച്ച്. നെക്സ്റ്റ് റിച്ച്. ഓക്കെ ഓക്കെ. ഗാത്രി. ഋഷ, ഋഷ, ഋഷി, ഋഷി, ഋഷ, റിച്ച്. റക്ഷ, റിച്ച്. സേ. ആ, റിച്ച്. ഓക്കെ. ഇനി ആരാണ് ഞാൻ വായിക്കാന്ന് പറഞ്ഞത്? സ്പീഡിൽ വായിച്ചു തരാന്ന് പറഞ്ഞ ആരാണ്? കാശിനാഥ് ഫസ്റ്റ്. ഓക്കെ. ഋഷഭ്, ഋഷി, ഋച്ച, ഋഷ്. വെരി ഗുഡ്. നെക്സ്റ്റ് സമജ്ഞ. സമജ്ഞയുടെ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക്. എന്താണ്? വോയിസ് ഒന്ന് ചെക്ക് ചെയ്തേ. ഓഡിയോ ഓൺ അല്ലേ നോക്കിയേ. ആണോ? കേൾക്കുന്നില്ല മോളെ. ഓക്കെ, വോയിസ് ഇടണം കേട്ടോ വായിക്കുന്നതിന്റെ. അവേദ്യ, ഭവികനെ വിളിക്കാം. ഋഷി, ഓക്കെ. ഭവിക. ഭവിക. ഓക്കെ. ഇനി ആരാണ് ഞാൻ വായിക്കാ പറഞ്ഞത്? ഇല്ലേ, നമ്മൾക്ക് ആരാണ് വായിക്കുന്നത്? ആരോമൽ. ഓക്കെ. കുറച്ച് റൈംസ് ഒക്കെ പാടാനുണ്ട്, വേഗം. ഋഷഭ്, ഋഷി, ഋച്ച, ഋഷ്. വെരി ഗുഡ്. ദൃശ്യ. ഋഷഭ്, ഋഷി, ഋച്ച, ഋച്ച്. വെരി ഗുഡ്. ഈശാനി വായിക്കണ്ട. വായിച്ചോ. എന്താ എന്നെ വിളിക്കാത്തെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. ഋഷഭ്, ഋഷി, ഋച്ച, ഋക്ഷ്. വെരി ഗുഡ്. അലോൺ. അലോൺ ജോസഫ്. എന്നെ വിളിച്ചു. ഭയങ്കര സന്തോഷത്തിലവൻ. വായിച്ചോ. ഋഷഭ്, ഋഷി, ഋച്ച, ഋക്ഷ. വെരി ഗുഡ്. റിക്ഷ എന്നല്ല, റിച്ച്. റിച്ച്. ദേവപ്രിയ. ദേവപ്രിയ. എന്നെ വിളിച്ചു. ഞാൻ വായിച്ചോ. ഋഷഭ്,
ഋഷി റിച്ച ഋഷ റിക്ഷ എന്നല്ല, റിച്ച കഴിഞ്ഞിട്ട് റിക്ഷ്. ഋഷ് ആ റിക്ഷ്, ഇക്ഷ എന്ന് തന്നെ പറയണം കേട്ടോ, അത് കൂട്ടക്ഷരമാണ് ഇക്ഷ. ഇനി ആരാണ്? ഇനി എന്നെ വായിപ്പിച്ചില്ല അവന് സങ്കടം പറയണ്ട. ആരാണ് വായിക്കുന്നത്? ഹസൻ. ഹസൻ എന്തോ ഭയങ്കരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, തിരക്കിലവൻ. ഹസൻ. चलो बेटा कहाँ गए थे लेकिन की उसे ऊद पिला ഊത് ബിലാവ്. ബുക്കിൽ നോക്കി വായിക്കേ, എന്തിനാ അമ്മേനെ നോക്കുന്നേ? ഊൻ മോനെ മിസ് പറയുന്ന കേട്ട് പറഞ്ഞേ ഇങ്ങോട്ട്. ഊത് ബിലാവ്. ഊൻ. ഊൻ എവിടെ? പിക്ചർ നോക്ക്. ഊൻ. ഊപ്പർ. ഊട്ടി. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഒച്ചത്ത് പറഞ്ഞേ. ഋഷേ ഋഷി ഋഷഭ്. ഋഷി. ഋഷി. റിച്ച. റിച്ച്. ഉറക്കെ പറയണം കേട്ടോ. ഓക്കെ. പിന്നെ എന്താണ്? റൈംസ് പാടിയാലോ? ഇനി ആരെങ്കിലും എനിക്ക് വായിക്കണം എന്നുള്ളവര് വോയിസ് ഇട്ടോ, നമുക്ക് കുറച്ചു നേരം പാട്ടൊക്കെ പാടാം. ബുക്കൊക്കെ അടച്ചു വെക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, കൂട്ടുകാരൊക്കെ ഇന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇവിടെ, ബുക്കൊക്കെ കണ്ടു. അക്ഷരദീപമൊക്കെ എഴുതണം കേട്ടോ, നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് എഴുതണം. പിന്നെ നോട്ട് ബുക്കൊക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെക്ക് ചെയ്യും. ഓക്കെ. എന്താ ആരോമലേ, അൺമ്യൂട്ട് ചെയ്യ്. എന്റെ നോട്ട് കൊടുത്തോട്ടിന് മിസ് കണ്ടിനാ? അയ്യോ, ഞാൻ ഇന്ന് കൊണ്ടുവരുന്ന നോട്ടേ കാണുള്ളൂ മോനെ. ഇന്നാ കൊണ്ടുവന്നേ. അതെയോ? അതെയോ? മിസ് ക്ലാസ്സിലല്ലേ? മിസ് നോക്കണേ. ഓക്കെ, നോക്കാം. All of you close your book. ഓക്കെ. നിങ്ങളുടെ ബുക്കൊക്കെ അടച്ചു വെച്ചോ. എല്ലാരും മ്യൂട്ടാ അല്ലേ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ വൈഷ്ണവിന്റെയും പിന്നെ ആരായിരുന്നു? ഷന ഫാത്തിമ അല്ലേ? ആരാത്? ആ മോളില്ലേ ഇവിടെ ഇപ്പൊ? ഭവിക പ്ലീസ് അൺമ്യൂട്ട്. ആരായിരുന്നു മോളെ രണ്ടുപേരുടെ ബർത്ത്ഡേ പറഞ്ഞത്? ഷൻസ ഫാത്തിമയുടെയും വൈഷ്ണവിന്റെയും ബർത്ത്ഡേ. പോണ്ടേ നമുക്ക്? ഭവിക ഒന്ന് വിഷ് ചെയ്തേ. ഭവിക ആൻഡ് സമജ്ഞ പ്ലീസ്. All stand up. വൈഷ്ണവിനെയും ഷൻസ ഫാത്തിമയ്ക്ക് നമ്മൾ വിഷ് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. മിസ് കേൾക്കുന്നില്ല.
മിസ് പറയുന്നത് കേൾക്കുന്നില്ല. ഓഫാക്കിനോ? Avika, can you hear me? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ ഭവിക ഫസ്റ്റ് ഒരു റൈംസ് പാടുന്നതായിരിക്കും. തുടങ്ങിക്കോ. വേണേ. हैप्पी राजा कहाँ चले, सुंदर करे कहाँ चले, हैप्पी राजा कहाँ चले, सुंदर करे कहाँ चले, मेरी काबी आवो ना, हलवा पूरी आवो ना, मेरी काबी आवो ना, हलवा पूरी आवो ना, राजा बेटी गुलसी बोली चरपड़ा चरपड़ा चरपड़ा, हैप्पी राजा कहाँ चले, सुंदर करे कहाँ चले, हैप्पी राजा कहाँ चले, सुंदर करे कहाँ चले, मेरी काबी आवो ना, हलवा पूरी आवो ना, मेरी काबी आवो ना, हलवा पूरी आवो ना, झूले बोलो चरपड़ा 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 चरपड़ा. Okay, very good. Very good. Give clap. Next ഇനി ആരാണ്? ഇഷാൻ. ഗാത്രി, എനിക്കൊരു ക്ലാസ് കൂടി ഉണ്ട് മിസ്സേ. ഗാത്രി, ഇഷാൻ നെക്സ്റ്റ്. मछली जल की रानी है, जीवन उसका पानी है, हाथ लगा डर जाएगी, बाहर निकल मर जाएगी, दो दिन जाएगी. നല്ല ഈണത്തിൽ പാടാൻ പറ്റും അല്ലെ ഇഷാൻ? മച്ഛലി ജൽ കി റാണി ഹേ. ഇഷാനും ഞാനും കൂടെ പാടുവാണ്. ഇഷാൻ, നിങ്ങൾ ഓടല്ലേ, ഇവിടെ തന്നെ ഇരിക്കണേ. ഇഷാൻ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ഇഷാൻ മച്ചിലിയുടെ പാട്ട് പാട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. रानी है, जीवन उसका पानी है, हाथ लगाओ तो डर जाएगी, मगर निकालो तो मर जाएगी, पानी में डालो तो तैर जाएगी, पानी में डालो तो तैर जाएगी. വെരി ഗുഡ്, വെരി ഗുഡ്. ഗാത്രി വെരി ഗുഡ്. ഇഷാൻ വെരി ഗുഡ്. മിസ് സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല മിസ്. സൗണ്ട് ഇല്ല. നോ സൗണ്ട് ഇല്ല മിസ്. സൗണ്ട് ഇല്ല.